ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പാത്തൂസിൻ്റെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നടക്കാമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോയി. അസംബ്ലിയോടുകൂടി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. രാവിലെ നല്ല മഴയായതുകൊണ്ട് തന്നെ റാലി ഉണ്ടാവില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത്. ആ സമയമായപ്പോഴത്തേക്ക് എന്തായാലും മഴ തോന്നിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ റാലി ഉണ്ടായിരുന്നേ. കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം മാത്രമേ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളേ. ആദ്യമായിട്ടാണ് പാത്തു ഇങ്ങനെ ഒരു റാലിക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇവള് ലൈൻ കീപ്പ് ചെയ്ത് പോകുമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളൊക്കെ ആയിരുന്നു കേട്ടോ, അവൾ കൊടിയൊക്കെ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതേ റാലി ആനപ്പെട്ടി ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്കും കുട്ടികൾക്ക് ജ്യൂസ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ജ്യൂസ് ഐറ്റംസ് കൊടുക്കുന്നതിൽ കൂടി തന്നെ പ്രോഗ്രാമും അവിടെ നടക്കുന്നുണ്ടായിരുന്നേ. വലിയ കുട്ടികളുടെ നാടകവും അതുപോലെ തന്നെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇതേ അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിരുന്നു കേട്ടോ. റോഡിലുള്ള പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഇതേ സ്കൂളിലേക്കാണ്. അവിടെ ഇതേ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുഞ്ഞു മക്കളുടെ. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഡാൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡാൻസ് ഉണ്ടല്ലോ പൊളി, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നേ. ഈ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാട്ടായിരുന്നേ. വീഡിയോസിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇത് പിന്നെ വേറൊരു ഡാൻസ് ആയിരുന്നേ. ഇത് പിന്നെ LKG കുട്ടികളുടെ ഡാൻസ് ആയിരുന്നേ. അപ്പോൾ ഇനി നിങ്ങളുടെ ചോദ്യം ഇനി നമ്മുടെ പാത്തൂസിൻ്റെ ഡാൻസ് അല്ലേ എന്നല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ പാത്തൂസിൻ്റെ ഡാൻസ്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഡാൻസിലൊന്നും മ്യൂസിക് ആഡ് ചെയ്യാതിരിക്കുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ടാണേ. അപ്പോൾ പാത്തുവിൻ്റെ ഡാൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സ്വന്തം ക്ലാസ് ടീച്ചർ തന്നെയാണ് കേട്ടോ ഈ ഡാൻസൊക്കെ ഈ കുട്ടികളെ എല്ലാവരെയും പഠിപ്പിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുട്ടികളെ അവർ കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ക്ലാസ് ടീച്ചറിൻ്റെ കഴിവ് തന്നെയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും മതി വരില്ല. അങ്ങനെ മോളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്ന അശ്വതി ടീച്ചറാണ് കേട്ടോ നന്നായിട്ട് കുട്ടികളെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാണ്ട് എല്ലാ കുട്ടികളും കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഈ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ തന്നെ PT അംഗങ്ങൾ അവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ പേരൻസിനും എല്ലാവർക്കും പായസം വിളമ്പുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് കുറച്ച് പ്രോഗ്രാംസും കൂടെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെക്കാട്ടിയും മനോഹരമാകട്ടെ അടുത്തൊരു ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.